അപ്പോൾ അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ സമയം 12:15 കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ സൗദിയിലോട്ട് പോവാണ്. കറക്റ്റ് സ്ഥലമൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പോണ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് ആളുകൾക്ക് ഞാൻ പോണത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പോണത് വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്താം. പിന്നെ അത് എൻ്റെ മക്കൾക്കും കാണാമല്ലോ കരുതിയിട്ടാട്ടോ. ഞാൻ ഇക്കാക്കും മക്കൾക്കും എല്ലാവർക്കും കാണാമല്ലോ കരുതിയിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ആക്കാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പോണൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വണ്ടിക്കാർ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഇപ്പം എത്തും. നമ്മൾ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ മുത്തുമണികളെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാ ഞാൻ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഗൈസ്, ഒരു ജോലി, പിന്നെ ഉംറ ചെയ്യുക. ഇൻഷാ അല്ലാ എനിക്ക് ഉംറ ചെയ്യുക. ഞാൻ എൻ്റെ 2 മക്കളെ ഞാൻ എൻ്റെ അക്കാനെയും എൻ്റെ ഉമ്മാനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാ ഞാൻ പോണ വഴിക്ക വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ മുത്തുമണികളെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി കേട്ടോ. പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് മണികളെ നമ്മൾ ഇവിടെ എത്തിയിട്ടോ. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഞാൻ നോക്കട്ടെ, എങ്ങനെയൊക്കെ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ പോയി വരാം. എല്ലാവരും ദുആ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, എന്നും വേണം കേട്ടോ സപ്പോർട്ട്. എല്ലാവരും എൻ്റെ മോനിതാ ഒക്കെ മുന്നിലുണ്ട്, വേഗത്തിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പോയി വരാം എല്ലാവരോടും. അപ്പോൾ മുത്തുമണികളെ ഞാൻ ഇക്കാനെയും കുട്ടികളൊക്കെ അവിടെ ഇട്ട് എൻ്റെ ഒരുപാട് വിഷമമുണ്ട് എനിക്ക്. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ബാഗും ബോഡിയൊക്കെ ചെക്ക് ചെയ്യൂലേ, അതിന് പോവാട്ടോ. എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുത്തുമണികളെ എൻ്റെ ഇമിഗ്രേഷനും ചെക്കിങ്ങും എന്താ പറയുക ബോഡി ചെക്കപ്പും
എല്ലാം കഴിഞ്ഞു. എനിക്ക് അവിടെ നിന്ന് വീടെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഗേറ്റ് നമ്പർ 2 അവിടെ വന്നിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഹെയർ ഹോസ്റ്റേഴ്സൊക്കെ ഉണ്ട്, പിന്നെ പൈലറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഞാൻ 4:15 ഫ്ലൈറ്റ്, പിന്നെ അത് ഡിലേ ആണ് പറഞ്ഞു, 5:10 പറഞ്ഞു. അപ്പം അങ്ങനെ ആകെ ഭയങ്കര ടയേർഡായി, ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു. പിന്നെ എന്താ പറയുക, ഭയങ്കര വിഷമമുണ്ട് ഗൈസ്, എന്ത് ചെയ്യാനാ. അപ്പം അങ്ങനെ ഞാനും പ്രവാസത്തിലോട്ട് വന്നു. എല്ലാവരും ദുആ ചെയ്യ്. നിങ്ങളെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ വിദേശത്തോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 10 മണികളെ എനിക്ക് പോകാൻ ടൈമായിട്ടോ. അപ്പോൾ 4:41 ഞാൻ എഡിറ്റ് ചെയ്ത് വന്നിട്ട് റേസ് തുറന്നത് വിൻഡോസ് ഭയങ്കര സൗണ്ട് ഉണ്ട്. അതൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്യാൻ പോകാനുണ്ടോ, ക്യൂ നിൽക്കണം. ക്യൂനൊക്കെ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Thank you for your cooperation. سامعي الكرام، هذا وصباحكم بكل خير ومرحبا بكم على وزن العربي للطيران. قبل أن تتفضلوا بجلوس مقاعدكم نرجو منكم وضع يمتازكم الشخصية بخزانة العلوية وتبدية تحت البحر التي أمامكم. كما نرجو إفتاح المجال لبقية المستفيدين لصعود الطائرة وعدم الوقوف في المقبرة المقصورة. في حالة الطوارئ يرجى ترك امتيازكم وحقائبكم والتوجه إلى أقرب مخرج ممكن. لا تترددوا بالتحدث إلى أحد أفراد الطاقم حال احتجتم مساعدة ولا يتم التمتع. شكرا لتعاونكم معنا. അപ്പോൾ മുത്തമണികളെ, ഞാനെൻ്റെ സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ടോ. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനൊന്നും അറിയില്ല. ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ പ്ലെയിനിൽ, ഒരുപാട് പേരുണ്ട്. Good morning, ladies and gentlemen. Welcome aboard Air Arabia once again. As you are boarding, kindly store your cabin baggage in the overhead compartment and use small bags under the seat in front of you. Kindly give note that do not block the aisle. In case of an emergency, please leave all hand luggage behind and proceed to the nearest exit. Should you need assistance, kindly approach any one of cabin crew members, and thank you for your cooperation. ഞാൻ പോയി വരാം. ചിലപ്പോൾ ഫ്ലൈറ്റ് കുറച്ച് സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. പുറത്തത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ അടുത്ത് വേറൊരാക്കുണ്ട്, പിന്നെ ഒരു ചേച്ചിയുണ്ട്. വിൻഡോ സീറ്റിൽ ഭയങ്കര മഞ്ഞ് മൂടി കിടക്കുകയാണ്, വലിയ ക്ലിയർ ഇല്ല. കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാം.
ഓക്കെ. ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് ചെറുതായിട്ട് മൂവ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാനുണ്ടോ അറിയില്ല, ചെറുതായിട്ട് മൂവ് ആവുന്നുണ്ട്. നമുക്ക് എന്താവുന്നു. Your seatbelt must be securely fastened when you are seated. Insert the flap tip into the buckle and pull the strap. To unfasten, just lift the buckle. لربط الحزام بإحكام، أدخل القطعة المعدنية المسطحة في المشبك ثم شد الحزام. لتحرير الحزام ارفع غطاء المشبك. If oxygen masks drop down, pull it towards you. Place it over your nose and mouth. Adjust the elastic bands and breathe normally. Remember, secure your own mask before assisting others. في حال نزول كمامات الأكسجين اسحبها باتجاهك ثم ضعها فوق أنفك وفمك. اسحب الشريط المطاطي وتنفس بشكل طبيعي. وتذكر، ثبت كمامتك أولا ثم قم بمساعدة الآخرين. Your life jacket is stored under your seat. When instructed by the crew, place the jacket over your head. Wrap the strap around your waist and tie it securely. Inflate the life jacket by pulling both red tabs firmly downwards. The life jacket can also be inflated by blowing into the red tubes. Do not inflate your life jacket until instructed by the crew and until you are outside the aircraft. سترة النجاة موضوعة تحت مقعدك. عندما يطلب منك طاقم الطائرة ضعها حول عنقك ثم لف الشريط حول خصرك واربطها بإحكام. قم بنفخ السترة عبر سحب المرابط الحمراء بقوة نحو الأسفل. موجودة في الممرات الأرضية إلى أقرب مخرج نجاة. قبل الإقلاع يرجى قراءة بطاقات تعليمات السلامة والموجودة في جيب المقعد الذي أمامكم. All mobile phones and electronic devices must be switched off or set them to airplane. مسافرين الكرام، أسعد الله أوقاتكم بكل خير. اسمي أحمد ويرافقني اليوم كل من إيالي مصطفى ومشرفة الطاقمية آسيا، ويسعدنا خدمتكم طوال مدة الرحلة. الآن وبعد أن أصبحنا في الجو أود أن أشارككم بعض التفاصيل المهمة حول رحلة اليوم. لضمان سلامتكم ننصحكم بإبقاء أحزمة المقاعد مربوطة أثناء الجلوس تحسبا لحدوث أي مطبات هوائية غير متوقعة، ونذكركم بأن التدخين بما في ذلك سجائر. അപ്പോൾ ഞാൻ പറന്നു പൈസ ഇങ്ങനെ, ഞാനല്ല ഫ്ലൈറ്റ്. താഴത്തൊക്കെ നോക്കാൻ നല്ല രസം കേട്ടോ, എന്തോ രസം കാണാൻ. പിന്നെ വലിയ ക്ലിയറൊന്നുമില്ല, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ.
ഈ അറേബ്യയിൽ ഫുഡില്ല കേട്ടോ. ഞാനെന്തോ ബാത്റൂമിൽ ഒരു ബഞ്ച് കൈ പിടിച്ചത് ഞാൻ ആ കാക്ക് ഷെയർ ചെയ്ത് കഴിച്ചു. ഞാൻ ആ കാക്ക് ഒരു പകുതി പൈസ കൊടുത്തു, ഞാനും കഴിച്ചു. അപ്പുറത്തിരുത്ത ചേച്ചി എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പൈസയാണ്. എയർപോർട്ടിൽ തന്നെ ഒരു ചായക്ക് 300 രൂപ. ഞാൻ അന്ന് കൊണ്ടുപോയി കേട്ടപ്പോൾ. അപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഒരു ജ്യൂസൊക്കെ കരുതിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ടെൻഷൻ്റെ ഇടയിൽ മറന്നു ഞാൻ ബാക്കി ബന്നെ കഴിക്കണം. പിന്നെ ബന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം നല്ലോണം വരുന്നുണ്ടായിട്ടോ. എനിക്കൊരു പേടി ഉറങ്ങാൻ. കാരണം എൻ്റെ കയ്യിലും ഹാൻഡ് ബാഗൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ഹാൻഡ് ബാഗ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറയാലോ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം. പക്ഷേ ഈ ഒരു യാത്ര, ഈ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബോറടിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ താഴെ നോക്കിയപ്പോൾ ചെറുതായിട്ട് മരുഭൂമിയും കണ്ട പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. കാലിക്കറ്റ് ടു ഷാർജ ടു ജിദ്ദ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാതെ ഇവിടേക്ക് എത്തി, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ ഒന്ന് മേലോട്ട് വരും, പിന്നെ താഴോട്ട്, അങ്ങനെയാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മരുഭൂമി ചെറുതായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ എന്താ പറയുക, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ടാണ് വിദേശത്തോട്ട് യാത്ര ചെയ്തത്. ഒരു നല്ലൊരു തീയത്തോടു കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അൽഹംദുലില്ലാഹ് എനിക്കൊരു ഉംറ ചെയ്യുക, അതൊരു സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ പറയണത് നിങ്ങൾക്ക് ക്ലിയറായി കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. കാരണം ഇവിടെ വിൻഡോ AC ആണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ചെറിയ ബിൽഡിങ് കാണുന്നു കേട്ടോ. ഇത് ഷാർജ കേട്ടോ. ഷാർജയിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ടാവില്ല.
അപ്പോൾ ഗൈസ് ഇവിടെ ഭയങ്കര ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാതും ഊരിച്ച് തിരക്കാണ്. എന്തൊക്കെ ആൾക്കാരാണ്. ഞാൻ അവിടെ എത്തിയിട്ട് വീടെടുക്കാം. രണ്ടാമത്തെ ഫ്ലൈറ്റ് കയറിയോ കേട്ടോ. നമ്മളിവിടുന്ന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ചെക്കപ്പാണ്. ഫുൾ ചെക്കിങ്. എൻ്റെ ഈ ഗ്യാരണ്ടി വള വരെ ചെക്ക് ചെയ്തു ഗൈസ്. പിന്നെ വെള്ളി മോതിരമൊക്കെ ചെക്ക് ചെയ്തു. ഭയങ്കര ഞാൻ പേടിച്ചു പോയി. പിന്നെ കുഴപ്പമില്ല, ഫ്ലൈറ്റിൽ കയറി, രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അങ്ങനെ 10 മണികളായി. ഞാനിവിടെ സേഫായിട്ട് എത്തി. അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ പിക്ക് ചെയ്യാനൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കാറിൽ പോവാണ്. ഇനി ഫ്ലാറ്റിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. എന്നെപ്പോഴും എന്നോട് പഴയ പോലത്തെ സ്നേഹം എല്ലാവർക്കും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അപ്പോൾ എല്ലാവരോടും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.